നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൊല്ലം കോടതിയിലേക്ക് എ പത്മകുമാറിനെ എത്തിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹത്തെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും. ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമോ റിമാൻഡ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കൊല്ലം കോടതിയിലാണ് അദ്ദേഹത്തെ ഹാജരാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ ശങ്കുട്ടി ദാസിപ്പോ ശ്രീ റജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇപ്പം നേരത്തെ അനന്തകൃഷ്ണൻ പറഞ്ഞു, ഈ എ പത്മകുമാറിന് അപ്പുറത്തേക്കുള്ള ഒരു മൊഴിയും നിലവിലില്ല. അത് മുൻ ദേവസ്വം മന്ത്രിയോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിലേക്കോ ഒന്നുമുള്ള ഒരു മൊഴികളും നിലവിലില്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ആഭ്യന്തര വിവരശേഖരണം സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. സർക്കാർ അഭിഭാഷകരടക്കം അവിടെ ഹാജരാക്കുമ്പോൾ നിലപാട് പറയുക തന്നെയാണ് ചെയ്യുക. ഇതിന്റെ പൂർണ്ണമായ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നോക്കൂ, എ പത്മകുമാറിനെതിരെ ഒരു മൊഴി പോലും ഇല്ല, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ആർക്കെങ്കിലും പങ്കാളിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ മൊഴിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എ പത്മകുമാറിന് തന്നെ മൊഴിയുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം, എ പത്മകുമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇത്രയും വലിയൊരു ക്രമക്കേട് നടത്താൻ സാധിക്കുമോ എന്നാണ്. അതായത് താൻ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുകയാണെന്നും തന്നേക്കാൾ ഉയർന്ന തന്നേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇത്രയും വലിയൊരു സ്കാം നടത്താൻ സാധിക്കില്ലെന്നും ഒരു ഇൻഅഡ്വൻറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, എ പത്മകുമാർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഇതിൽ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം കമ്മീഷണർ, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ്. ഇതിൽ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എ വാസുവിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയിട്ടുള്ള ആദ്യത്തെ ലെറ്റർ വരുന്നത്, ആ ലെറ്ററിനാണ് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അംഗീകാരം കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫർട്ടാണെന്നും ഇതിന് മുകളിലുള്ള ഒരു ആസൂത്രണം ഈ തലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സംശയിക്കാവുന്നതാണ്. മൂന്നാമത് എ പത്മകുമാർ തന്നെ നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിക്കുമ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തെ നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ദേവതുല്യരായിട്ടുള്ള ചില ആളുകളുടെ അംഗീകാരത്തോടും അനുമതിയോടും കൂടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എ പത്മകുമാറിൽ അന്വേഷണം അവസാനിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള SIT സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് ഒരുപക്ഷെ ബലം കൊടുക്കുന്നൊരു സംഭവമാണ്. SITക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പറയുന്നത് ഇതൊരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമാണ്, കേരളത്തിലും പുറത്തും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ടൊരു കേരളത്തിലെ ഏജൻസി പോരാ ഒരു സെൻട്രൽ ഏജൻസി വേണം എന്നുള്ളത് മാത്രമല്ല, ഇത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളൊരു സംവിധാനമാണ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഇത് മന്ത്രി തലത്തിലേക്ക്? കാരണം ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കൂ, ഇത് ആദ്യം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആരംഭിച്ച് പിന്നെ അത് കമ്മീഷണറിലേക്ക് എത്തി, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ട്രജക്ടറി നോക്കുകയാണെങ്കിൽ, ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എ പത്മകുമാറാണ് അതിലത്തെ അവസാനത്തെ ആൾ, മുഖ്യ സംഘാടകൻ, മുഖ്യ ആസൂത്രകൻ ഇയാളാണ് എന്ന നിലയിലേക്ക് അത് അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് CPM ഏതെങ്കിലും നിലയിൽ എന്താ പറയുക കൈ ഒഴിയാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ എ വാസവന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന് അങ്ങ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ മന്ത്രി ശിവൻകുട്ടിക്ക് ഇല്ലാത്തൊരു പെരുമാറ്റച്ചട്ടം മന്ത്രി വാസവന് മാത്രമായിട്ട് ബാധകമല്ല. അതിനെ പറ്റിയിട്ട് റജി ലൂക്കോസിന്റെ വിശദീകരണം പറയുന്നത്, എ ശിവൻകുട്ടിക്ക് പഴഞ്ചൊല്ലി പറഞ്ഞാൽ മതി, പക്ഷേ വാസവന് കുറെ കൂടി ഗൗരവമായിട്ട് കാര്യമാത്ര പ്രസക്തമായി ഉത്തരവാദിത്വം കൂടി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താ എ ശിവൻകുട്ടിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം വാസവന് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഏതായാലും അദ്ദേഹത്തിന് അത് ന്യായീകരിക്കാൻ പ്രയാസമാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു അഴിമതിയെ ന്യായീകരിക്കാൻ പ്രയാസമാണെന്നാണ് റജി ലൂക്കോസ് പറയുന്നത്. അപ്പോൾ ന്യായീകരണം മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതും ഇയാളെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറല്ലാതെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാവുന്നില്ലല്ലോ, കോടതിയല്ലേ കുറ്റം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഒരാളെ തള്ളി പറയേണ്ട ആവശ്യമില്ല. വേവോളം കാത്തില്ലേ, ഇനി കുറെ കൂടി വേവട്ടെ എന്നൊക്കെ പറയുന്നത് ഈ ഘട്ടത്തിലും പത്മകുമാറിനെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറല്ലാതുള്ളതാണ്. അതല്ലെങ്കിൽ റജി ലൂക്കോസ് എന്ന് പറയുന്നത് കേരളത്തിലെ 99% ആൾക്കാർക്കും ആദ്യത്തെ ദിവസം തൊട്ട് അറിയാം പത്മകുമാർ ഈ കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുന്നവർ അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെ ഭാഗത്തൊരു വിശദീകരണം ചോദിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഈ കാര്യവുമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹത്തോട് ഉണ്ടായിട്ടില്ല? ഇവിടെ ഒരു സൂപ്പർവിഷണറി ആയിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്തിനാണ് ഈ പറയുന്നത് ദേവസ്വം ബോർഡ് ഒരു സംവിധാനം വെച്ചിട്ടുള്ളത്? അതിന്റെ മുകളിൽ ഒരു ദേവസ്വം വകുപ്പ് എന്തിനാണ്? ഒരു ദേവസ്വം മന്ത്രി എന്താണ്? ഇവരുടെ പ്രവർത്തികളുടെ മേൽനോട്ടം നടത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇല്ലേ? അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന എന്ത് കാര്യവും മന്ത്രിമാരോ വകുപ്പോ അറിയാതെ തന്നെ നടപ്പാവുമെങ്കിൽ പിന്നെ എന്തിനാണ് വകുപ്പ്, എന്തിനാണ് മന്ത്രി? ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയിരക്കണക്കിന് സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ISRO മുതൽ UGC വരെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ISRO അവരുടെ കീഴിലുള്ള റോക്കറ്റുകൾ എടുത്തിട്ട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തിന് വിറ്റ് കഴിഞ്ഞാൽ അത് ISROയിലെ ശാസ്ത്രജ്ഞന്മാർ മാത്രം നടത്തിയിട്ടുള്ള ഒരു ക്രമക്കേടാണ്. അതിൽ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിലപാട് അങ്ങ് സ്വീകരിക്കുമോ?
അറിയോ? അതേ മട്ടിൽ ഈ പറയുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മേലെ മന്ത്രാലയങ്ങളും അതിന് വകുപ്പ് മന്ത്രികളും ഉള്ളത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മേൽനോട്ടം നടത്താനും അതിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനും ശിക്ഷിക്കാനുമാണ്. യാദൃശ്ചികമായിട്ട് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹൈക്കോടതി 2019 സെർച്ച് മഹസറുകൾ അവരുടെ കണ്ണിൽ അറിയാണ്ട് പെട്ടുപോയിട്ടില്ലെങ്കിൽ പത്മകുമാർ ഇപ്പോഴും മാന്യനായിട്ട് മുൻ MLA ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഈ പറയുന്ന N വാസു ഇപ്പോഴും മിടുക്കനായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇപ്പോഴും ജോലിയിൽ ഇരിക്കുന്നുണ്ടാവും. ഹൈക്കോടതിയുടെ മുന്നിൽ യാദൃശ്ചികമായിട്ട് 2019 കടലാസുകൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വകുപ്പും ഈ മന്ത്രിയും ഒക്കെ സമ്പൂർണ്ണ പരാജയമാണെന്നല്ലേ കാണിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഭാഗ്യം കൊണ്ട് മാത്രം പിടിക്കപ്പെട്ട ആളുകളല്ലേ, അല്ലാണ്ട് നിങ്ങളുടെ ഒരു മിടുക്കില്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ പോലും പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്ന വിചിത്രമായിട്ടുള്ള ന്യായീകരണം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കീഴിലുള്ള പോലീസ് തന്നെയാണല്ലോ അവരെ അറസ്റ്റ് ചെയ്തെന്നുള്ള. അതായത് CPM-ന്റെ നേതാക്കന്മാർ അഴിമതിയുടെ കാര്യത്തിൽ പിടിക്കപ്പെട്ടാലും സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് അവരെ പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു മാർക്ക് വേണമെന്നാ. നാളെ കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ഇതേ വിശദീകരണം നിങ്ങൾ പറയുമ്പോൾ പിടിക്കപ്പെട്ടത് മന്ത്രിയാണെങ്കിലും അറസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ പോലീസല്ലേ, അതുകൊണ്ട് 1:1 ഞങ്ങൾക്ക് കുറവുമില്ല കൂടുതലും ഇല്ല എന്ന് പറയാൻ കഴിയും. ഇതൊക്കെ ലജ്ജാകരമായിട്ടുള്ള ന്യായീകരണങ്ങളാണ്. ഈ ടീമിനെ SIT തെരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് ഒരു പങ്കാളിത്തവും ഇല്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് അവിശ്വസിച്ചുകൊണ്ട് ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ടീമാണിത്. അതിൽ ADGP മുതൽ ASI വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി സ്വന്തമായി തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല ഹൈക്കോടതിയോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഡയറക്ഷനോട് കൂടിയിട്ടാണ് ഈ ടീം പ്രവർത്തിക്കുന്നത്. ആ ടീമിന്റെ അന്വേഷണത്തിന്റെ ഒരു നിലയ്ക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല.